ദേശീയപാത വിഷയത്തിൽ അടിമാലി ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. അടിമാലിക്ക് പുറമെ പള്ളിവാസൽ, വെള്ളത്തുവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അടിമാലി പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം, പള്ളിവാസൽ, വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ UDF തനിച്ചുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി അകൽച്ചേരുന്ന അഖിൽ, ഇപ്പോൾ ഉച്ചയോടടുക്കുമ്പോഴും ഹർത്താൽ പൂർണ്ണമാണ്. ദേശീയപാത വിഷയത്തിൽ 3 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ പുരോഗമിക്കുകയാണ്. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തുവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ നടന്നു വരുന്നത്. അടിമാലി പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം, പള്ളിവാസൽ, വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ UDF തനിച്ചുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ഈ ഹർത്താലിൽ ഈ മേഖലയിലെ വ്യാപാര മേഖല പൂർണ്ണമായി നിശ്ചലമാണ്. കടകമ്പോളങ്ങളൊന്നും തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഓട്ടോ, ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല. ആ മേഖലയും വളരെ നിശ്ചലമായിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളും സർവീസ് നടക്കുന്നില്ല. എന്നാൽ KSRTC ബസ്സുകളുടെ സർവീസ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, പെട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഹർത്താലാണ്, 3 പഞ്ചായത്തുകളിലെ ഹർത്താലാണ്. അതുകൊണ്ട് മാത്രം ദേശീയപാത പൂർണ്ണമായി നിശ്ചലമാണ് എന്ന് പറയാൻ കഴിയില്ല. ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾ, നിരത്തിലിറങ്ങിയിട്ടുള്ള വാഹനങ്ങൾ, ഹർത്താൽ അനുകൂലികൾ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ തടയുന്നുണ്ട്. 5-10 മിനിറ്റ് വാഹനങ്ങൾ തടഞ്ഞിട്ട ശേഷം തുടർയാത്ര അനുവദിക്കുന്ന ഒരു സമീപനമാണ് ഹർത്താൽ അനുകൂലികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഹർത്താൽ പാതി സമയം പിന്നിട്ടിട്ടുണ്ട്. ഇതുവരെ യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും മേഖല എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ തടയുന്ന നിലയിലേക്കുള്ള ഒരു കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ദേശീയപാതയുടെ വികസനം എന്ന് പറയുന്നത് ഒരു ഇടുക്കിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മൂന്നാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടേക്ക് ദിവസവും 100 കണക്കിന് ആളുകളും വാഹനങ്ങളും വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരൊക്കെയും പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ ദേശീയപാത 85-നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്കേറുന്ന സമയങ്ങളിലൊക്കെയും ഈ പാതയിൽ ഗതാഗത കുരുക്കും പലയിടങ്ങളിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിൽ ദേശീയപാതയുടെ ഒരു നവീകരണവും വികസനവും ഒക്കെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ മൂന്നാർ മുതൽ ആരംഭിക്കുകയും ചെയ്തു. പലയിടത്തും വീതി വർദ്ധിപ്പിച്ചും സംരക്ഷണ ഭിത്തി തീർത്തും ഓടകൾ നിർമ്മിച്ചും ഒക്കെയാണ് നിർമ്മാണ ജോലികൾ നടന്നു വരുന്നത്. ഈ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള നേര്യമംഗലം വനമേഖലയിലും ഇത്തരത്തിലുള്ള നിർമ്മാണ ജോലികൾക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിരുന്നു. അവിടെയും വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ജോലികളൊക്കെ നടന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു കോടതിയുടെ ഭാഗത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളതും ഇത്തരത്തിൽ ഈ നിർമ്മാണം നിലയ്ക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിട്ടുള്ളതും. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ ഒരു കോടതി ഉത്തരവിനെ മറികടക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നൊരു പ്രധാന ആവശ്യമാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർ മുമ്പോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, ദേശീയപാത സംരക്ഷണ സമിതി അടക്കമുള്ള വിവിധ സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഹർത്താൽ പാതി സമയം പിന്നിടുമ്പോൾ ഈ മേഖലയെ ആകെ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്.